ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. വീട്ടിലുള്ള വെറും 6 ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടി റെസിപ്പിയാണിത്. ചോറിന് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ടി 2 തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും തേങ്ങ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വരും. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1.25 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ഇഞ്ചി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 മുതൽ 12 വരെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായി റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കാത്തത് കറിവേപ്പില കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരുവിധ റോസ്റ്റായി വരുന്ന സമയത്ത് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വാളംപുളിയും ചേർത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഇളക്കി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറായി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ചട്ടി നന്നായി ചൂടാറി കിട്ടുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ ഭാഗത്തുള്ള തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി ചൂടാറ്റിയെടുക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് പൾസ് മോഡിലിട്ട് വേണം പൊടിച്ചെടുക്കാനായി. പൾസ് മോഡിലിട്ട് തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ എണ്ണ തെളിഞ്ഞു വരും. ആ ഒരു രീതിയിലേക്ക് പോകരുത്. ഒന്ന് തരിതരിപ്പോടുകൂടി തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി കുറേ നാൾ വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചാലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയായി കിട്ടും. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.